ഫ്രണ്ട്സ്, കുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ തോറ്റം വ്ളോഗ് കഴിഞ്ഞത് പിറ്റേ ദിവസം നമ്മുടെ പാട്ടിൻ്റെ ആരംഭമായിട്ടാണ്. അത് നമ്മുടെ ദൈവത്തിൻ്റെ കളം, ആദ്യത്തെ കളം ദൈവത്തിൻ്റെ കളമാണ്. അത് രാവിലെയാണ്. അപ്പോൾ അതിൻ്റെ പൂജകളാണ് നടക്കുന്നത്. അപ്പോൾ അച്ഛനാണ് പൂജ ചെയ്യണത്. അതിൻ്റെ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഒരു കളം വെച്ചേക്കുന്നത് ദൈവത്തിൻ്റെ കളം. കുട്ടികൾ എല്ലാവരും പാന ചാടാന്ന് പറയുന്ന ചടങ്ങുണ്ട് നമ്മളവിടെ. 3 കളത്തിനും ഉണ്ടാവും. അതിനുള്ള ഒരുക്കങ്ങളാണ് പിള്ളേർ. കുറേ കൊല്ലങ്ങളായിട്ട് നമ്മുടെ കുട്ടീസ് തന്നെയാണ് പാനയുടെ മെയിൻ ആൾക്കാർ. അപ്പോൾ ഈ ഭസ്മൊക്കെ തൊട്ട് മുണ്ടൊക്കെ എടുത്ത് പാനയ്ക്കുള്ള ഒരുക്കത്തിലാണ് ദൈവത്തിൻ്റെ കളത്തിൻ്റെ. നമ്മൾ സിദ്ധുട്ടിനാണ് ദൈവത്തിൻ്റെ കള പൂജ കാര്യങ്ങളൊക്കെ ചെയ്തത്. അവനാദ്യമായിട്ടാണ്. അതുപോലെ നമ്മുടെ പിള്ളേർ പാനച്ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. കാളമൊക്കെ അത് മാക്കിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ക്ലീനിങ് ആട്ടാ. അതിന് അടുത്ത കളം തുടങ്ങാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അവിടെ എല്ലാവരും ക്ലീൻ ചെയ്ത് ഇനി കളം വൈകുന്നേരം ഉണ്ടാവുള്ളൂ. വീരഭദ്രസ്വാമിയുടെ കളമാണ് ഉണ്ടാവുക. ഇന്ന് പിന്നെ പ്രത്യേകതയുള്ളത് നമ്മുടെ സജീഷേട്ടൻ്റെ പിറന്നാളായിരുന്നു. സജീഷേട്ടൻ എല്ലാവരും പിറന്നാളിലും ഞാൻ സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊണ്ടുവരാറുള്ളത്. സജീഷേട്ടന് ഞങ്ങളൊരു സർപ്രൈസ് കൊടുത്താട്ടാ. അപ്പൊ ഇത് ഇതോടെ വീട്ടാണോ അമ്മായി ഇന്ന് പാട്ടാണ് കേട്ടോ. എന്നിട്ട് പറയാ തോറ്റം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം പാട്ടാണ്. അപ്പൊ രാവിലെ ദൈവത്തിന്റെ കളണ്ടായിരുന്നു. ഇനിയിപ്പോ അവിടെ പിള്ളേരൊക്കെ ഇരിക്കുന്നത് ചത്തുപോയി. മീലിനെ കാണിച്ചു കൊടുക്കട്ടാ. അതോ നിങ്ങളുടെ കാരണം ഇതിന്റെ വല്ലാത്ത പോസ് കാണുമ്പോഴാണ് ഒന്ന് മാറോ. കാവിന് സാധനം എടുക്കുന്ന നേരത്ത് കുട്ടീസിന്റെ സ്വാഗതം. നമ്മുടെ കളം തുടങ്ങിയിട്ടാണ്. വീരഭദ്രസ്വാമിയുടെ കളമാണ് ഇപ്പോൾ പൂജ എഴുന്നള്ളിച്ച് വെക്കണത്. ഇനിയിപ്പോൾ ഒരു 3 പാനയുണ്ടാവും. 3ാമത്തെ പാനയിലാണ് സ്വാമിയുടെ തുള്ളലുണ്ടാവുക. ബാലകൃഷ്ണ ബാപ്പനായിരുന്നു തുള്ളിയത് കേട്ടോ വീരഭദ്രസ്വാമിക്ക്. തോറ്റം പാട്ടിൻ്റെ അന്ന് ഓരോ കളത്തിൻ്റെയും പാട്ടുകൾ, അതായത് ഐതിഹ്യങ്ങൾ പറയുന്നത് വീരഭദ്രസ്വാമിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും കൈരംകുട്ട സ്വാമിയുടെയൊക്കെ ഐതിഹ്യങ്ങൾ പാട്ടിലൂടെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, കളം പാട്ടിൽ അത് ഭയങ്കര രസമാണ് കേട്ടിരിക്കാൻ തന്നെ. ആ ഒരു രീതിയും ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കും, ആ പാട്ട് കേട്ടിങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ആ മേളം പിന്നെ പാനയും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പിള്ളേർക്ക് പ്രത്യേകിച്ച് പാന എന്ന് പറയുന്ന ഒരു ഹരനേട്ടാൻ പിള്ളേർക്ക്
പാനയാണ് മെയിൻ. അപ്പോൾ മുന്നേ നമ്മുടെ വലിയ ആളുകളൊക്കെ പാന ചാടാറുണ്ട്. ഇപ്പോൾ അതൊക്കെ നമ്മുടെ കുട്ടികളെ ഏറ്റെടുത്ത് വെക്കട്ടെ. പാനയ്ക്കുള്ള ഒരുക്കങ്ങളാണ് ഇതേ കാണുന്നത്. എന്താ ഒരു ഉത്സാഹം എന്നറിയോ. ഭസ്മൊക്കെ തൊട്ട് കുറേ കുട്ടികളുണ്ട് നമ്മളവിടെ. അപ്പോൾ അവർ പാന ചാടാനായിട്ട് ഏത് പുലർച്ചെയാണെങ്കിലും പാന ചാടാൻ നേരമാകുമ്പോൾ അവരവിടെ എത്തും. അപ്പോൾ ഒരു കളത്തിന് 3 പ്രാവശ്യം പാനയുണ്ട്. അപ്പോൾ അതേ വീരഭദ്രസ്വാമിയുടെ ആദ്യത്തെ പാനയ്ക്കുള്ള ഒരുക്കങ്ങളാണ്. എല്ലാവരും ഭസ്മൊക്കെ തൊട്ട് നല്ല സുന്ദരന്മാരായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് എല്ലാവരും. വീട്ടിലെത്തിയപ്പോൾ സജീഷ് ചേട്ടൻ പിറന്നാളിൻ്റെ മിഠായി മേടിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തുട്ടിയായിട്ട് ഞങ്ങൾ കളിപ്പിക്കാൻ വേണ്ടി ഇതേ മുകളിലേക്കൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. മിഠായി കണ്ടു കഴിഞ്ഞ പിള്ളേർക്ക് പിന്നെ ഏത് രീതിയിലും കിട്ടിയാൽ മതി. അതിൻ്റെ സാഹസങ്ങളായിട്ടാണ് കാണിക്കണത്. വീരഭദ്രസ്വാമിയുടെ കളന്തേ തുള്ളൽ തുടങ്ങാറായിട്ടാണ്. പാപ്പനാണ് ബാഷ്പാപ്പനാണ് തുള്ളുന്നത് വീരഭദ്രസ്വാമിക്ക്. അത് കുട്ടികളും പാനയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ കളത്തിൻ്റെ ഓരോ കളത്തിൻ്റെയും തുള്ളലിന് ഭയങ്കര പ്രത്യേകതകളുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂജ തൊട്ട് നമ്മുടെ കോമരങ്ങൾ പൂജ ചെയ്യണം തൊട്ടുള്ള ഒരു ഹാർഡ് വർക്ക്, അതൊരു പ്രോസസ്സിങ്ങാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ അത് ലാസ്റ്റ് പന്തൊഴിച്ചല് വരെ പിന്നെ കളം മാച്ച് കൽപ്പനം പറയൽ തൊട്ട് അത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടുന്ന ഒരു സമയമാണ്. അങ്ങോട്ട് വെല്ലുണ്ടായിരുന്നു ഇട്ട് ചെല്ലാറ്റിക്ക് നോക്കിക്കോ. കുഞ്ചി വേനില്ലേ ഇല്ല ഇത് കിട്ടാൻ പോണില്ല. ഊരി വെച്ചു പിന്നെ ചെന്ന് വാങ്ങിച്ചോട്ടില്ല. അപ്പൊ പകുതി എടുക്ക്, രണ്ടാമത് വിരിച്ചു കൊടുക്ക്.
ഇതും പുകല് പുകലും മണപ്പിച്ചാൽ മതി. പൊട്ടന്മാരെ അല്ലേ? അല്ല ഇപ്പൊ മാത്രല്ലോ അതുകൊണ്ട് ഇവിടെ ഈ തിരക്ക് കണ്ട് നമ്മൾ എന്നിട്ട് വിചാരിക്കും വേറെ ഒന്നുമില്ല അവിടെ തുള്ളി ഇരുന്നിട്ട് നമ്മൾ പ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ തിരക്കാണ് കാണുന്നത്. ഇഞ്ചി നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അത്ര തിരക്കാവതേ നിദ്യച്ച് പാത്രമൊക്കെ മേടിച്ച് എല്ലാവർക്കും കൊടുക്കാനായിട്ട് കൊണ്ടുപോകണം. ചിക്കൻ കറിയും നമ്മളെ കോഴി വെട്ടണമെന്ന് പറഞ്ഞില്ല, അപ്പം ചിക്കൻ കറി ആയിട്ടാണ് നമ്മുടെ പ്രസാദമായിട്ട് കിട്ടുക കേട്ടോ. അപ്പം അതിന് ഗംഭീര അടിയായിരിക്കും നമ്മുടെ അവിടെ. അതൊക്കെ ഒരു രസമാട്ടോ. എല്ലാവരും കൈയിട്ട് വാരി കഴിക്കുക പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തിക്കും തിരക്കും. അതെന്ന് വെച്ചാൽ ആ പ്രസാദം നമ്മൾ ഇത്രയും നാൾ ഇത്രയും ടേസ്റ്റുള്ളൊരു ചിക്കൻ കറി നമ്മൾ പിന്നെ കഴിച്ചിട്ടുണ്ടാവില്ല. ചൂട് കാര്യ കൈയൊക്കെ പൊള്ളുകൊണ്ടിട്ടോ, അവളെ കൈ നല്ലോണം പൊള്ളില്ല, അത്ര ചൂട്ടിലാണ് കൊടുക്കുക. പക്ഷെ അത് മേടിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ഇത്ര ടേസ്റ്റുള്ള ചിക്കൻ കറി കഴിച്ചിട്ടുണ്ടാവില്ല. ആ പ്രസാദത്തിൻ്റെ ഒരു ടേസ്റ്റ് അന്നത്തെ ദിവസം മാത്രമാണ്. അത് നമ്മൾ എങ്ങനെ വെച്ചാലും ആ ടേസ്റ്റ് നമുക്ക് പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയില്ലേ, അതങ്ങനെയായിരിക്കും. ആ ഒരു ടേസ്റ്റ് വേറെ നമുക്ക് കിട്ടില്ല എത്ര വെച്ചാലും. അപ്പം അതിൻ്റെ ആ ഒരു രസം നമ്മൾ കാണുന്നത് എല്ലാവരും കൂടി കൈയിട്ട് വാരി കഴിക്കുക, കുട്ടികളും വലിയവരൊക്കെ ആയിട്ട്. അത് ഭയങ്കര രസമാണ്. നമ്മൾ ആ കൊല്ലത്തിൽ 2 ദിവസം കിട്ടുന്ന കുറേ സന്തോഷങ്ങളുള്ളൊരു ഭാഗമാണിത്. കക്കമണ്ടി ഞാൻ കഴിച്ചു. അല്ല കക്കമണ്ടി വാങ്ങണ്ടോ? അതിലുള്ളത് കഴിക്കാതെ കിട്ടില്ല കൈ പുള്ളി. ഇത് വീട്ടുകാർക്ക് കൊണ്ടു നടക്കാൻ സ്വാമിയുടെ കളമൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ അവിടെ ക്ലീനാക്കി അടുത്ത കളം വരയ്ക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. നമ്മളിത് എല്ലാവരും പ്രസാദം കോഴിയിറച്ചി മാത്രമല്ല, പിന്നെ അട, ഉണ്ണിയപ്പം, അങ്ങനെ കുറേ പ്രസാദങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിക്കട്ടാ. ഇനി അടുത്ത കളം വരച്ച് തുടങ്ങുമ്പോഴേക്ക് പുലർച്ചയാവും വിഷ്ണുമായ സ്വാമിയുടെ കളം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇന്ന് വർത്താനം പറയും, പാട്ട് കേൾക്കുക, എല്ലാവരും കൂടി അടുത്തൊരു ആഘോഷത്തിൻ്റെ തുടക്കം, അടുത്തൊരു കളം. എനിക്ക് ഉറക്കം വരും കേട്ടോ. ഞാൻ ഇടയ്ക്ക് പോയിട്ടൊന്ന് ഉറങ്ങി പിന്നെ ഞാൻ വരും. ഇവരൊക്കെ അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ മേമതി അവിടെ പ്രസാദത്തിൻ്റെ അടകളൊക്കെ കൊണ്ടുവന്ന് തരിക കേട്ടോ കഴിക്കാനായിട്ട്. എന്തെങ്കിലുമൊക്കെ കഴിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറക്കമൊന്നും വരില്ല. ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. പഴയ കോമരാണ്. കഴിഞ്ഞ കൊല്ലം വരെ കോമരായിരുന്നു. ഇവർക്ക് അറിഞ്ഞു കൊടുത്തേക്കാണ്. അവനോട് അറിഞ്ഞ് അവൻ നന്നായിട്ട് കേട്ടോ. എനിക്ക് അവൻ ഒരു പുതിയ ആളായിരുന്നു തോന്നിയിട്ട് ഒരിക്കലും. ആണോ? എവിടെ ഇട്ടുണ്ടായിരുന്നെ? മഴ പെയ്തിട്ട് ആരെങ്കിലും എടുക്കുന്നത് പാപ്പനെടുന്ന് നമ്മുടെ കളം കേട്ടോ, വിഷ്ണുമായ സ്വാമിയുടെ കളം വരച്ചൊക്കെ കഴിഞ്ഞു. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു പുറത്ത്.
ഇങ്ങനെ മഴയൊന്നും കിട്ടാറില്ല. പക്ഷെ നല്ല ഗംഭീര മഴ പെയ്തു. കുറേ വെള്ളമൊക്കെ നമ്മുടെ ഉള്ളിലേക്കൊക്കെ ആയി. അച്ഛൻ്റെ ആകെ നനഞ്ഞ് ചെരിപ്പുകളൊക്കെ പുറത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തൊട്ടപ്പുറത്ത് ചാലാണ്, അതൊക്കെ ഇവിടെ ഒലിച്ച് പോകാൻ നിന്നു. ഞാനിപ്പോൾ ആ സീനിലില്ല. ഞാൻ വീട്ടിൽ പോയി കുറച്ച് നേരം കിടന്നുറങ്ങി. തുട്ടിയൊക്കെ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ മഴ ചതിച്ചു ചെറുതായിട്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും നമ്മൾ ആ ഒരു ആഘോഷത്തിന് ചെറിയൊരു തടസ്സം പോലെ മഴ പെയ്തു. ഞാൻ മിക്കത് അറിയാറില്ല. ഞങ്ങൾ തുറന്നാകും അതങ്ങനെ ജന്മം മാമനും പോയാ ലക്ഷ്മൺ വന്നിട്ടുണ്ടല്ലേ. നമ്മുടെ സിമിമാമയുടെ സിമിമാമ ഇറ്റലിയിലാണ്. അത് കാരണം സിമിമാമയ്ക്ക് തോറ്റത്തിലൊന്നും വരാൻ പറ്റില്ല. സിമിമാമ ഓളിഞ്ഞോളായിട്ട് എല്ലാവരും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് സിമിമാമ എല്ലാത്തിനും ആള് എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. അമ്പലത്തിലത്തെ എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. പക്ഷെ മേമ കാലത്തൊട്ട് വിളിച്ചിടങ്ങണം കേട്ടോ എല്ലാവരും. തോറ്റം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. മേമ മാത്രമല്ല, നമ്മുടെ വിജയ് പാഷുവാപ്പൻ്റെ മോൻ, അവനും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവനും നമ്മുടെ ഗൾഫിലാണ്. തോറ്റത്തിന് കൂടാൻ പറ്റാത്തത് നമ്മൾക്ക് നാട്ടിലുള്ളവർക്ക് അത്രയും അറിയില്ല. നമ്മളത് ഒരു കൊല്ലം മിസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. അപ്പോൾ അവർ രണ്ടുപേർക്കും ഭയങ്കര കൂടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പോലെ അവരത് ഇപ്പം നോക്കിയാലും വീഡിയോ കോളിൽ വന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ വിഷ്ണുമായ സ്വാമിയുടെ കള്ളം വഴിപാട് കൊടുത്തവർ കള്ളം കയ്യേൽക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. അപ്പോൾ അതിന് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വിഷ്ണുമായ സ്വാമിയുടെ കയ്യേൽറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുന്നള്ളിപ്പും തുള്ളലും ഒക്കെ ആയിട്ട് പിന്നാലെ വരും. അതിപ്പോൾ ഏകദേശം പുലർച്ചയായിട്ട സമയം. പുലർച്ചെ 3 മണി 4 മണിക്ക് ആവാറായിട്ട് 3 മണി കഴിഞ്ഞു തോന്നുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഉറക്കൊളിച്ച് ആ ഒരു ഇൻട്രസ്റ്റിലിരിക്കണം. ഇപ്രാവശ്യം അനന്തം ഉണ്ടായിരുന്നില്ല കേട്ടോ. തോറ്റത്തിൻ്റെ അന്ന് അവന് കണ്ണൂർ പോയിക്കുന്നു. വർക്കിൻ്റെ ഒരു സംബന്ധമായിട്ടുള്ളൊരു കാര്യക്കാരൻ തോറ്റത്തിന് ഉണ്ടായിരുന്നില്ല. പാട്ടിൻ്റെ അന്നാണ് വന്നത്. പാട്ടിൻ്റെ അന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി അവൻ എത്തിയപ്പോൾ. അല്ലെങ്കിൽ അവൻ ഫുൾ ടൈം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അത് കാരണം അവനുണ്ടായിരുന്നില്ല. പിള്ളേരുകളൊക്കെ കുറവായിരുന്നു. നമ്മുടെ ആൺപിള്ളേരൊക്കെ കുറവായിരുന്നു. അതിപ്പോൾ അവിടെ ഇത് എഴുന്നള്ളിപ്പിനുള്ള സമയമായി. വിഷ്ണുമായ സ്വാമിയുടെ എഴുന്നള്ളിപ്പിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിഷ്ണുമായ സ്വാമിയുടെ കളം പൂജ തുടങ്ങി. ഇത് നമ്മുടെ കുഞ്ഞിനാണ് വിഷ്ണുമായ സ്വാമിക്ക് തുള്ളണത്. അവൻ ആദ്യമായിട്ടാണ് തുള്ളണത്. അപ്പോൾ ഗംഭീരമായി ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഇത് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ്. എല്ലാവരും നമ്മുടെ അച്ഛനും പാപ്പന്മാർ, കണ്ണപ്പാപ്പനും ചാച്ചനും ബാലകൃഷ്ണപ്പാപ്പനൊക്കെയാണ് കളത്തിന് തുള്ളാറ് മെയിനായിട്ട്. ഇപ്പോൾ പ്രാവശ്യം പിള്ളേരുകളത് ഏറ്റെടുത്തു. അവരത് ഗംഭീരമാക്കി.
കളം കഴിച്ചൊരു എന്താ ചെയ്യാ ഇങ്ങനെ വലിയാണ് വിരിയുമ്പോ നമ്മുടെ ലാസ്റ്റത്തെ കളമായ കരിങ്കുട്ടി സ്വാമിയുടെ കളം വരച്ചു കഴിഞ്ഞു കേട്ടോ. നേരം തുടങ്ങി. അത് കരിങ്കുട്ടി സ്വാമിയുടെ എഴുന്നള്ളിക്കാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. പകുതി ഒത്ത ക്ഷീണൊക്കെ ഉണ്ട്. എന്നാൽ ഒരു നമ്മൾ അത്രയും ലാസ്റ്റത്തെ കളായ കാരണം നമുക്ക് ചെറിയ വിഷമമുണ്ട്. ഇത് കഴിഞ്ഞ തീരില്ലേ നമ്മളുടെ തോറ്റത്തിൻ്റെ ആഘോഷങ്ങളും ഇതൊക്കെ തീരില്ല. ഇനി അടുത്ത കൊല്ലം കാത്തിരിക്കേണ്ടേ എന്നുള്ളൊരു വിഷമമുണ്ട്. അതൊക്കെ നമ്മുടെ കരിങ്കുട്ടി സ്വാമിക്ക് പൊന്നൂസാണ് തുള്ളണത്. അത് എല്ലാവരും അനുഗ്രഹം വാങ്ങിച്ച് തുള്ളാനായിട്ടുള്ള ഇതാണ്. അപ്പോഴേക്കും നമ്മുടെ പാനക്കാർ പിള്ളേരുകൾ കുറച്ച് പിള്ളേരുകൾ ഒക്കെ ഉറങ്ങിപ്പോയി. അത് കാരണം കുറച്ച് പിള്ളേരും വലിയവരൊക്കെ ആയിരുന്നു ഇപ്രാവശ്യം പാനയ്ക്ക് നിന്നിരുന്നത്. നമ്മുടെ പാന 2 കളത്തിന് തുള്ളണ നേരമാകുമ്പോൾ വലിയവർ നിൽക്കാറുണ്ട്. ഇപ്രാവശ്യം പിള്ളേരുകളൊന്നും പകുതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ കരിങ്കുട്ടി സ്വാമിയുടെ കളത്തിന് വലിയവരായിട്ട് ദാസവല്യച്ഛനും അച്ഛനും രഘുമോചേട്ടനും കുഞ്ഞിനൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കുട്ടികളുടെ കൂടെ അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട്. ലാസ്റ്റത്തെ കളായി കാരണം ആവേശം നല്ലോണം ഉണ്ടായിരുന്നു എല്ലാവർക്കും കേട്ടോ. നമ്മുടെ ഈ തുള്ളി കഴിഞ്ഞിട്ട് കലി കയറി വന്ന് നമ്മളവിടെ കുടിയിരിക്കുമ്പോഴൊരു ഈ പാട്ടുണ്ടല്ലോ, ആ പാട്ടും ആ ചെണ്ടമേളം താളം
അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ, എല്ലാവർക്കും ആ ഒരു ഇഷ്ടമുണ്ട്. ഭയങ്കര ഒരു താളാട്ടോ അത്, ആ തുള്ളി കൈ വന്നിരുന്നിട്ട് ആ ഒരു ആട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിജയ് നമ്മൾ പാവം അപ്പോഴും വീഡിയോ കോൾ ചെയ്തിട്ട് കാണുക കേട്ടോ. നാട്ടിലില്ലാത്തവർക്ക് ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ. അങ്ങനെ നമ്മുടെ തോറ്റമ്പാട്ടിൻ്റെ ആഘോഷങ്ങൾ ഒരു കൊല്ലത്തെ മൊത്തം ആഘോഷത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടാണ്. കരിങ്കുട്ടി സ്വാമിയുടെ ആ കളത്തോടു കൂടി നമ്മുടെ തോറ്റത്തിൻ്റെ അവസാനം ഭാഗമായി. ഇത് പറഞ്ഞത് ഇത് നമ്മുടെ സന്തോഷേട്ടൻ്റെയൊക്കെ പൊലിപ്പാട്ടാണ്. നമ്മുടെ തറവാട്ടിലത്തെ എല്ലാവരെയും എടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മളെ തറവാടിന് പുകഴ്ത്തിക്കൊണ്ടൊക്കെയാണ് പറഞ്ഞ പാട്ടാണ്. അത് ഗംഭീര രസമായിട്ടാണ് കേൾക്കാനായിട്ട്. അപ്പോൾ അതും ലാസ്റ്റത്തെ ഒരു കലാശക്കൊട്ട് പോലെ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ. ബൈ.